മാണിക്യ മലരായ ഹൂറി മഹദിയാം ഖദീജ ബീവി മറന്ന പുണ്യനാളിൽ കുട്ടികളെ ബിരിയാണി ഒന്നും വെക്കണ്ടേ? നമുക്കിന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ? ഷുവറായിട്ട്. നല്ല ഓണിയൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടൊമാറ്റോ തിന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് ചില്ലി നമ്മൾ ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മല്ലിയിലയും പുതിനയും നമുക്കൊന്ന് ഫൈനായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ചിക്കനിൽ ചേർത്തൊന്ന് മസാല ഇട്ട് നമ്മളെ മലബാറിന്റെ തന്നെ സ്റ്റൈലിലുള്ള ആ ഒരു മലബാരി ദം ചിക്കൻ ബിരിയാണി നമുക്ക് റെഡിയാക്കാം. ഓക്കെ. ചിക്കനൊക്കെ അടുപ്പത്തായില്ലായിരുന്നു. ഞങ്ങൾ പോയിട്ടൊന്ന് പെരുന്നാൾ സെൽഫി ഒക്കെ എടുത്ത് വരാം. പെരുന്നാളിന് എല്ലാവർക്കും മൈലാഞ്ചൊക്കെ ഇട്ട് തരും കേട്ടോ. മൈലാഞ്ചി ഇടല്ലേ നമുക്ക്? ഓ, എല്ലാവർക്കും ഇട്ട് കൊടുക്കും. ഓക്കെ, എന്നാ ബിയോട്ടിനെ വിളിക്കട്ടെ. അസ്രമുല്ല മണം വീശും കാറ്റേ വന്ന് മിസ്രിന്റെ കഥ പറഞ്ഞാട്ടേ മുഖം പൊത്തി സുലൈഖപ്പൂവി പണ്ട് മുഹബത്തലല്ലേ ചിരി തൂക്കി. മൈലാഞ്ചി ഇടുക? ആ, 2 കൈക്ക് ഇടണേ. നല്ല മൊഞ്ചത്തി. വരുന്നുണ്ട് കുറച്ചോനെ, വരുന്നുണ്ട്. മൈലാഞ്ചിയിടലൊക്കെ എവിടെത്തി? നിങ്ങളെ ബിരിയാണി എന്തായി? ബിരിയാണി ഒക്കെ ദമ്മിട്ടുണ്ട്, ബാക്കിയുള്ള പരിപാടികളുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ബിരിയാണി. നമുക്ക് ദമ്മിടണ്ടേ? ദമ്മിടാനുള്ള പുറപ്പാടിലാണ്. അടിപൊളിയായി, നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് റിലാക്സ് ആയി ഒപ്പനായി കളിച്ചു എന്ത് വിചാരിച്ചു നമ്മളൊന്നും പെരുന്നാൾ മലബാർ അടുക്കളന്റെ പെരുന്നാളാണ്. മക്കളെ ബിരിയാണി വിളമ്പാനായിക്കോ? ഇതാ വരാം. എല്ലാരും വാ, ഉമ്മ വിളിക്കുന്നുണ്ട്. ബിരിയാണി ആയി, വേഗം വരും. എല്ലാരും വന്നോ. നമ്മളെത്ത ദമ്മ പൊട്ടിക്കാൻ നോക്കാം. പൊട്ടിക്കല്ലേ? നല്ല വിശപ്പുണ്ട്. അടിപൊളിയാണ്, സൂപ്പർ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ മലബാർ അടുക്കളയുടെ ഒരു സീക്രട്ട് തന്നെയാണല്ലേ? മലബാർ അടുക്കളയാണല്ലോ നമ്മളെ ഇങ്ങനെ ഇത്രയും ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് പ്രോത്സാഹനം തന്നിട്ട് അങ്ങനെ നമ്മൾ 10 വർഷമായില്ല ഇങ്ങനെ ഇതിലിങ്ങനെ ചെറുതായി വന്ന് വളർന്നു. ഇപ്പൊ നമ്മളൊരു പന്തലായി മാറിയിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾ കോഴിക്കോട് മാത്രമാണ് ഇങ്ങനത്തെ ബിരിയാണി കിട്ടും. ഇപ്പൊ കേരളത്തിൽ എവിടെ പോയാലും കാസർഗോഡ് പോയാലും സെയിം ബിരിയാണി കഴിക്കാൻ പറ്റും. അതേ നമ്മുടെ മലബാർ അടുക്കള കൊണ്ടുണ്ടായ ഒരു ഗുണമാണ്. നമ്മളെ റെസിപ്പികൾ ഏറ്റവും യൂസ് ചെയ്യുന്നത് തൃശ്ശൂരിന്റെ അങ്ങോട്ടാണ്. തൃശ്ശൂർ, എറണാകുളം അങ്ങോട്ടുള്ള ആളുകളാണ്. നമ്മളൊക്കെ ഈ മലബാർ അടുക്കളയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ആണ് നമ്മുടെ ഇവിടെ എത്തിച്ചതും. എത്ര സ്നേഹത്തിലാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കിയതും വിളമ്പുന്നതും അല്ലെ, കഴിക്കുന്നതും, അതെ, ഒരുമിച്ച് കഴിക്കുന്നതും. ഇതൊക്കെയാണ് നമ്മുടെ മലബാർ അടുക്കള. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
രുചികൾ തേടും മനസ്സിൻ കലവറ